നഴ്സിംഗ് ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വളരെ നല്ലൊരു സന്തോഷത്തിന്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചത് ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേരളത്തിൽ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും വലിയ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സെമസ്റ്റർ സിസ്റ്റം വന്നു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ആദ്യം അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അപ്പോൾ കേരളത്തിലെ BSc നഴ്സിംഗിന്റെ ഫസ്റ്റ് ബാച്ച് കുട്ടികൾ ഇപ്പോൾ ഏകദേശം 7th സെമസ്റ്റർ വരെ ആയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളൊക്കെ 5th സെമസ്റ്റർ ക്രോസ് ചെയ്ത സമയത്താണ് അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ നേരിട്ടത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിരവധി കുട്ടികൾക്ക് ഈ പറയുന്ന 4th സെമസ്റ്ററിനുള്ളിലുള്ള സബ്ജക്റ്റുകൾ ഏതെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ 5ാമത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സെമസ്റ്റർ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു അപാകതയും സപ്ലിമെന്ററി എക്സാംസ് ഇല്ല എന്നുള്ളതായിരുന്നു. ഉദാഹരണമായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു പരീക്ഷയ്ക്ക് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്ട് വീണ്ടും റീ എക്സാംസ് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ജൂനിയർ ബാച്ച് അടുത്ത വർഷം അവർ എക്സാം എഴുതുന്ന സമയത്ത് മാത്രമായിരുന്നു റീ എക്സാംസിന് പരിഗണിക്കപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ സാധിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും 1 ഇയർ ബാക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ വർഷം എൻ്റെ സുഹൃത്തും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സെനറ്റ് മെമ്പർ കൂടിയായിട്ടുള്ള ഡോക്ടർ ജിബിൻ എസ് ബാബുവിന്റെ നേതൃത്വത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് കൂടിയതിനനുസരിച്ച് അവർ സപ്ലിമെന്ററി എക്സാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തി എന്നുള്ളതല്ലാതെ അവർ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ എങ്കിൽ 5th സെമസ്റ്റർ എക്സാം എഴുതാത്ത കുട്ടികൾക്ക് 6th സെമസ്റ്റർ പരീക്ഷ എഴുതാനായിട്ടുള്ള അനുവാദം അവർ നൽകുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും സപ്ലിമെന്ററി എക്സാംസ് ഇഷ്യൂ ചെയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാത്തതുകൊണ്ട് നിരവധി കുട്ടികൾക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടുകയും അത് ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലുള്ള പ്രൊഫഷണൽ നഴ്സിംഗ് സംഘടനയായിട്ടുള്ള ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ TNIയുടെ ഭാഗത്തു നിന്നും സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുകയും അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കീഴിൽ നിന്നും സപ്ലിമെന്ററി എക്സാംസ് നടത്താം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഇൻഫർമേഷൻസ് അനൗദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങൾ അത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇതൊരു ശുഭമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം സെമസ്റ്റർ സിസ്റ്റത്തിൽ നമുക്ക് വരുമ്പോഴത്തേക്കും കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഒരു വർഷം കാത്തിരുന്നാൽ മാത്രമാണ് അവർക്ക് ആ ഫെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്രയും വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ചെടുത്ത് എക്സാംസ് എഴുതുക എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫാർമസി കോഴ്സ് ആയിട്ടുള്ള BPharm സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സെമസ്റ്റർ സിസ്റ്റമാണ്. 8 സെമസ്റ്ററുകളായിട്ടാണ് അവിടെയും ഈ പറയുന്ന കോഴ്സുകൾ പോകുന്നതെങ്കിലും ഓരോ സെമസ്റ്ററിലും ഫെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഉടൻ തന്നെ അവർക്ക് റീ എക്സാംസ് അല്ലെങ്കിൽ സപ്ലിമെന്ററി എക്സാംസ് എഴുതാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലേക്കാണ് ഇപ്പോൾ നിലവിൽ BSc നഴ്സിംഗിന്റെയും സെമസ്റ്റർ സിസ്റ്റത്തിനെ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 4 വർഷത്തെ കോഴ്സ് 4 വർഷം കൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇതിന്റെ അധികാരികളായിട്ടുള്ള പ്രത്യേകിച്ച് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ VC അതുപോലെ തന്നെ രജിസ്ട്രാർ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും അതുപോലെ തന്നെ ഇതിന് മുൻകൈ എടുത്തിരുന്ന സെനറ്റ് മെമ്പേഴ്സ് അതുപോലെ തന്നെ TNIയുടെ ഭാരവാഹികൾ ഇവർക്കെല്ലാം തന്നെ ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.